കരുനാഗപ്പള്ളിയിൽ അഗ്നിരക്ഷാ സേനയ്ക്കായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 1989 കരുനാഗപ്പള്ളിയിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നത്. ലാലാജി ജംഗ്ഷന് സമീപം ആരംഭിച്ച സ്റ്റേഷൻ പിന്നീട് 1998 പോലീസ് സ്റ്റേഷന് പടിഞ്ഞാറു ഭാഗത്തെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. പഴകി ദ്രവിച്ച് ഏതു നിമിഷവും നിലംപൊത്താറായ കെട്ടിടത്തിലാണ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വന്നത്. മുൻ MLA R രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് മുൻ LDF സർക്കാർ 2018-19 വാർഷിക പദ്ധതിയിൽ സ്ഥലവും കെട്ടിട നിർമ്മാണത്തിനുമായി 3,70,40,000 രൂപ അനുവദിച്ചത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പ്രകൃതിദുരന്ത ഘട്ടങ്ങളിൽ മാത്രമല്ല, മറ്റ് അവശ്യ സന്ദർഭങ്ങളിലും മാതൃകാപരമായി ഫയർഫോഴ്സ് പ്രവർത്തിക്കുന്നത്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഈ കാലത്ത് അപ്രതീക്ഷിതമായാണ് പലപ്പോഴും തൊഴിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരം ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവസരോചിതമായി ഇടപെടുന്നതിന് നമ്മുടെ സേന സജ്ജമായിരിക്കണം. കരുനാഗപ്പള്ളി ഫയർ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. AM ആരിഫ് MP മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ V സദാശിവൻ, ശ്രീദേവി, ബിന്ദു രാമചന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ A സുനിമോൾ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഡോക്ടർ P മീന, റെജി ഫോട്ടോ പാർക്ക്, ജില്ലാ ഫയർ ഓഫീസർ വിശി വിശ്വനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരൻ പാലക്കോട്ട് സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു. പോലീസ് സ്റ്റേഷന് തെക്കുഭാഗത്തായി സർക്കാർ അനുവദിച്ചു നൽകിയ സ്ഥലത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിൽ സ്റ്റേഷൻ ഓഫീസ് റൂം, മെക്കാനിക്കൽ റൂം, സ്റ്റോർ റൂം, റെസ്റ്റ് റൂം, സ്മാർട്ട് ക്ലാസ് റൂം, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, ഭൂഗർഭ ടാങ്ക്, ഓവർഹെഡ് ടാങ്ക്, കുഴൽക്കിണർ, ഗ്യാരേജ് എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വനിതാ ജീവനക്കാർക്കായി പ്രത്യേക റെസ്റ്റ് റൂമും പുതുതായി ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനു സമീപത്ത് 2019 ജനുവരി 19 ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകിയ 20 സെന്റ് സ്ഥലത്താണ് കെട്ടിട സമുച്ചയം പൂർത്തിയായത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.